ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇയ്യോബ് 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മുടെ വായനാ ഭാഗം. ഇയ്യോബ് 21 ദുഷ്ടന്മാർ എല്ലായ്പ്പോഴും ശിക്ഷിക്കപ്പെടും എന്നുള്ള തൻ്റെ സുഹൃത്തുക്കളുടെ വാദത്തെ ഇയ്യോബ് ചോദ്യം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ. പല ദുഷ്ടന്മാർ സമൃദ്ധിയും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ദീർഘായുസ്സോടെ ജീവിക്കുന്നതായി അവൻ കാണിക്കുന്നു. അവർ ദൈവത്തെ നിരസിച്ചാലും ഉടൻ ശിക്ഷ അനുഭവിക്കുന്നില്ല. ജീവിത യാഥാർത്ഥ്യവും സുഹൃത്തുക്കളുടെ വാദവും തമ്മിൽ പൊരുത്തമില്ലെന്ന് ഇയ്യോബ് പറയുന്നു. ദൈവത്തിൻ്റെ നീതി എല്ലായ്പ്പോഴും ഈ ലോകത്തിൽ കാണാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ നീതിയും സമയവും മനുഷ്യബുദ്ധിക്കപ്പുറമാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. സമൃദ്ധി നീതിയുടെ അടയാളമല്ല, ദുഃഖം പാപത്തിൻ്റെ തെളിവുമല്ല. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ ഉയർന്നതാണ്. വിശ്വാസം കാഴ്ചകളെ അതിജീവിക്കണം. അന്തിമ നീതി ദൈവത്തിൻ്റേതാണ്. മറ്റുള്ളവരെ അവരുടെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തരുത്. ജീവിതം എപ്പോഴും ന്യായമായതായി തോന്നില്ല. ദൈവത്തിൽ വിശ്വാസം നിലനിർത്തണം, താരതമ്യം ഒഴിവാക്കണം, ദൈവബന്ധം പ്രധാനമാക്കണം. ഇയ്യോബ് 22 അധ്യായത്തിൽ ഇയ്യോബിൻ്റെ സുഹൃത്തായ എലീഫസ് വീണ്ടും സംസാരിച്ച് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്നു. അവൻ ഇയ്യോബ് ദരിദ്രരെ പീഡിപ്പിച്ചു, അന്യായം ചെയ്തു എന്നിങ്ങനെ ആരോപിക്കുന്നു. ഇയ്യോബിൻ്റെ ദുഃഖം അവൻ്റെ പാപഫലമാണെന്ന് അവൻ പറയുന്നു. മാനസാന്തരപ്പെടാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ്റെ ആരോപണങ്ങൾ തെറ്റാണ്. ദൈവത്തിൻ്റെ വിധിയെ തെറ്റായി അവൻ വ്യാഖ്യാനിക്കുന്നു. തെറ്റായ ആത്മീക വിധികളും അഭിമാനവും എത്ര അപകടകരമാണെന്ന് ഈ ഭാഗം കാണിക്കുന്നു. സത്യമില്ലാതെ ദൈവത്തിൻ്റെ പേരിൽ സംസാരിക്കുന്നത് വേദനയുണ്ടാകും. വിനയം ആത്മീയതയുടെ അടിസ്ഥാനമാണ്. ശരിയായ വാക്കുകൾ പോലും തെറ്റായ സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ദോഷകരമാകും. ദൈവം കരുണയും സത്യവും ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തരുത്. കരുണയോടെ പ്രോത്സാഹിപ്പിക്കുക, സത്യത്തെ അന്വേഷിക്കുക, വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുക. ഇയ്യോബ് 23 ദൈവത്തെ നേരിൽ കാണാൻ ഇയ്യോബിന് വലിയ ആഗ്രഹമുണ്ട്. ദൈവത്തോട് തൻ്റെ കാര്യം പറയാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ കണ്ടെത്താനാകാത്തത് അവനെ കൂടുതൽ വിഷമിപ്പിക്കുന്നു. എന്നിരുന്നാലും ദൈവം തൻ്റെ വഴികളെ അറിയുന്നു എന്നവൻ വിശ്വസിക്കുന്നു. തൻ്റെ വിശ്വാസം അവൻ നിലനിർത്തുന്നു. ദൈവം മൗനമായപ്പോഴും അവനെ അന്വേഷിക്കുന്ന വിശ്വാസം ഇവിടെ കാണാം. പരീക്ഷണങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ അഭാവം അനുഭവപ്പെടാം, പക്ഷേ അവൻ സന്നിഹിതനാണ്. സത്യമായ വിശ്വാസം അനുഭവങ്ങളിലല്ല, ദൈവത്തിലാണ്. ആത്മീയ വളർച്ച പലപ്പോഴും നിശബ്ദ കാലങ്ങളിൽ നടക്കുന്നു എന്ന് ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം മൗനമായാലും അവനെ അന്വേഷിക്കുക. പരീക്ഷണങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുക. ഉത്തരങ്ങൾ ലഭിക്കാത്തപ്പോഴും വിശ്വാസം നിലനിർത്തുക. ദൈവം നിങ്ങളുടെ ജീവിതം അറിയുന്നു. ജീവിത പ്രതിസന്ധികളിലാവണം ഒരു ദൈവ പൈതലിൻ്റെ ആത്മീക വളർച്ച നടക്കേണ്ടത്. ഞാൻ കാണുന്നതിനെ ആശ്രയിച്ചാണോ ദൈവത്തിൻ്റെ നീതി വിലയിരുത്തുന്നത്? ദൈവം മൗനമായപ്പോൾ പോലും ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചാലും ദൈവം ഈ പ്രഭാതത്തിൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.